ഹലോ, ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഫാത്തിമ റിനി. എന്നെക്കൊണ്ട് ഈ ലൈഫിൽ ഇനിയൊന്നും ചെയ്യാനുള്ളതില്ല. എന്നെക്കൊണ്ടൊരു ഉപകാരവും ഇല്ല. ജീവിതത്തിൽ ആർക്കും എന്നിട്ട് വേണ്ടതാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം ജീവിതം അവസാനിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് സൂയിസൈഡലായിട്ടുള്ള ഒരാളുടെ വാചകങ്ങൾ എന്ന് പറയുന്നത്. സൂയിസൈഡ് എന്ന് പറയുന്നത് ഒരുപാട് ഡിപ്രഷനിലൂടെയൊക്കെ വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ ഒരു കോർ തോട്ട് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്കിതുവരെ ജീവിതത്തിലൊന്നും നല്ലത് നടന്നിട്ടില്ല. ഇപ്പം നടക്കുന്ന കാര്യങ്ങളും അവർക്ക് നല്ലതായിട്ടുള്ള കാര്യങ്ങളല്ല. ഇനി ജീവിതത്തിൽ ഭാവിയിലൊന്നും നന്നാവാനും പോകുന്നില്ല. ഈ പാസ്റ്റിലും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം ഇങ്ങനെ ആവാൻ കാരണം ഞാൻ തന്നെയാണ് എന്നുള്ള ഈ നിസ്സഹായാവസ്ഥയും ഈ പ്രതീക്ഷയില്ലായ്മയിൽ നിന്നും അവരെത്തിച്ചേരുന്ന ഒരു ഉത്തരമാണ് സൂയിസൈഡ് എന്ന് പറയുന്നത്. പക്ഷേ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും ടെമ്പററി ആണ് എക്സെപ്റ്റ് സൂയിസൈഡ്. സൂയിസൈഡ് ഇസ് പെർമനൻറ്റ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ, ടെമ്പററി ആയിട്ടുള്ള പ്രശ്നങ്ങളോ ടെമ്പററി ആയിട്ടുള്ള വികാരങ്ങളിൽ നിന്നോ ആണ് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനായിട്ട് സൂയിസൈഡിനെ തിരഞ്ഞെടുക്കുന്നത്. ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ജനിച്ചത് മുതൽ ഇതുവരെയും നിങ്ങൾ ഒരുപാട് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നടക്കുമോ നടക്കില്ല എന്നൊക്കെ അറിയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ പെട്ടെന്നുള്ള ഒരു ഇമോഷൻസിൽ നിന്ന് നിങ്ങൾ പെട്ടെന്ന് സൂയിസൈഡ് എന്നുള്ളൊരു തോട്ടിലോട്ട് എത്തിപ്പോവുകയാണ് ചെയ്യുന്നത്. സൂയിസൈഡലായിട്ടുള്ള ഒരാളടുത്ത് ഒരു ഫേമസ് സൈക്കോ തെറാപ്പിസ്റ്റ് പറഞ്ഞിട്ടുള്ളൊരു തെറപ്യൂട്ടിക് ഡയലോഗ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂയിസൈഡല്ലേ, നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനിയും ചെയ്യാമല്ലോ. ഇന്ന് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ലല്ലോ, ഇപ്പം തന്നെ ചെയ്യണം നിർബന്ധമില്ലല്ലോ. യു ക്യാൻ ഡു ഇറ്റ് ടുമോറോ ഓൾസോ, യു ക്യാൻ ഡു ഇറ്റ് ആഫ്റ്റർ സം ടൈം ഓൾസോ. പക്ഷേ മീൻ വൈൽ ആ സമയത്ത് ടോക്ക് ടു സം വൺ. ഗോ അറൗണ്ട് ദ വേൾഡ് ആൻഡ് സീ വാട്ട് ഈസ് യുവർ ഹാപ്പിനെസ്. എന്തൊക്കെ വേറെ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെന്നൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കൂ. ആൻഡ് ടോക്ക് ടു സം വൺ. വീട്ടിലാരും സംസാരിക്കാനില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ടോക്ക് ടു യുവർ ഫ്രണ്ട്സ്. ഫ്രണ്ട്സും ഇല്ല എന്നുണ്ടെങ്കിൽ ടോക്ക് ടു എ പ്രൊഫഷണൽ ആൻഡ് ടേക്ക് ഹെൽപ്പ്. സൂയിസൈഡലായിട്ടുള്ള ആൾക്കാർ പറയുന്നൊരു സ്ഥിരം ഡയലോഗുണ്ട്, ഞാനൊന്നും പോയാൽ ചുറ്റുള്ളവർക്കൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, എല്ലാവരും നല്ല ഹാപ്പി ആയിരിക്കും ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. വെറുതെയാണ്. നിങ്ങൾ സൂയിസൈഡ് ചെയ്യുമ്പോൾ നിങ്ങളെ ലവ്ഡ് വൺസിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ട്രോമയാണത്. അവളെന്നെ വിളിച്ചിരുന്നു, ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ല, പിന്നെ കേൾക്കുന്നത് അവർ സൂയിസൈഡ് ചെയ്തു എന്നാണ്. വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്നുള്ളൊരു കുറ്റബോധം ഈ വ്യക്തിക്ക് ജീവിതകാലം ഫുള്ളുണ്ടാവും. ജീവിതകാലം ഫുൾ ആ ട്രോമയിലൂടെ ആയിരിക്കും ആ വ്യക്തി കടന്നു പോവുക. ഇതാണ് നിങ്ങൾ സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ ചുറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്. ഒരുപാട് അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ്. അവൾ എന്തിനിത് ചെയ്തു? അവൾക്ക് എന്തായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്? അവൾ എന്തായിരിക്കും മരിക്കുമ്പോൾ ആലോചിച്ചിട്ടുണ്ടാവുക? അവൾ എന്തുകൊണ്ട് എൻ്റെ അടുത്തത് പറഞ്ഞില്ല? ഞാൻ എന്തെങ്കിലും ചെയ്യാൻ വിട്ടുപോയോ? ഞാൻ ശരിക്കും കെയർ ചെയ്തില്ലേ? ഇതൊക്കെയാണ് ചുറ്റുള്ളവരുടെ കുറേ അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ അൺആൻസേർഡ് ക്വസ്റ്റ്യൻസും ഈ കുറ്റബോധത്തിലായിരിക്കും നിങ്ങളെ ചുറ്റുള്ളവർ ത്രൂ ഔട്ട് ദ ലൈഫ് പോകുന്നുണ്ടാവുക. സോ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങൾ ഇതുവരെ എന്ത് കപ്പാസിറ്റിയിലാണോ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നത്, വെയിറ്റ് for the trouble to get over. Actively find happinesses around you. Talk to someone, you will understand. കേൾക്കില്ല എന്ന് വിചാരിച്ച ഭാര്യ നിങ്ങളെ കേൾക്കാൻ തുടങ്ങും. മനസ്സിലാക്കില്ല എന്ന് വിചാരിച്ച നിങ്ങളെ പാരൻസ് നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ടെന്നും നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. സോ പ്ലീസ് സ്റ്റേ സേഫ്, സ്റ്റേ വെയിറ്റിംഗ്. And suicide is never the answer. Thank you.